الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. نحمده ونستعينه ونؤمن به ونتوكل عليه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിക്കായി ജന്നാത്തുൽ ഫിർദൗസിനായി കഠിനാധ്വാനം ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു വാഗ്ദാനമാണ് ഞാനിവിടെ ഓതിവെച്ച സൂക്തത്തിലുള്ളത്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസിദന്നക്കും. രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ രാജകീയമായ വിളംബരം, ലഇൻ ശകർതും ലഅസിദന്നക്കും. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് തരും. അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞു അനുഗ്രഹദാതാവിനോട് നന്ദി കാണിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾ അറിയണം, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ നിശ്ചയമായിട്ടും അത് വളരെ കഠിനമാണ്. ആയത്തിൽ രണ്ടു കാര്യങ്ങൾ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളോട് നിങ്ങൾ ശുക്റുള്ളവരായിത്തീരണം, നന്ദിയുള്ളവരായിത്തീരണം. നന്ദി കാണിക്കേണ്ട വിധം നിങ്ങൾ കാണിക്കണം. എങ്കിൽ ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. രണ്ടാമതായി പറയുന്നത്, നിങ്ങൾ അതിന് സന്നദ്ധരല്ലെങ്കിൽ, നിങ്ങൾ നന്ദികേട് കാണിക്കുന്നവരാണെങ്കിൽ എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഒന്ന് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മറ്റൊന്ന് നമ്മെ അതിശക്തമായി മുന്നറിയിപ്പ് നൽകുകയാണ്.
യഥാർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മൾ തന്നെയും അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. വ്യക്തിതലത്തിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധിശക്തി അവിടുന്ന് വീണ്ടും പോയാൽ നമുക്കിവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അങ്ങനെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകാത്ത ആരുമില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. ആ അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാം. അതറിയാനുള്ള വഴിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. നിങ്ങൾക്ക് താഴെയുള്ളവരെ നിങ്ങൾ നോക്കണം. ആരോഗ്യം എന്ന വലിയ നിയമത്തിന് നമ്മൾ അറിയാം. രോഗത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, രോഗികളെ നമ്മൾ കാണുമ്പോഴാണ്. അങ്ങനെ ഓരോന്നും ആ അനുഗ്രഹങ്ങളിലൊക്കെയും നിങ്ങൾ നന്ദിയുള്ളവരാണ്. വ്യക്തിതലത്തിൽ നിങ്ങൾ അങ്ങനെയാകണം. നിങ്ങൾ ഒരു കുടുംബം എന്ന നിലയിൽ നിങ്ങൾ അങ്ങനെയാകണം. നിങ്ങളൊരു സമൂഹം എന്ന നിലയിൽ നിങ്ങൾ അങ്ങനെയായിരിക്കണം. നന്ദിയുള്ള ഉമ്മത്തായി തീരണം. അപ്പോ അതത് തലങ്ങളിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അർഹരായി. ഈമാനിന്റെ അടയാളമാണ്. ഈമാനിന്റെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സംഘം സഹാബികളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ആ സഹാബികളിൽ അധികം ആളുകളും അൻസാറുകളാണ്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചവർ, അല്ലാഹുവിന്റെ റസൂലിന് പിന്തുണ നൽകിയവർ, മുഹാജിറുകളെ സ്വീകരിച്ചവർ. പിന്നെ കൂട്ടത്തിൽ ചില മുഹാജിറുകളും ഉണ്ട്. അതിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരൽപ്പം അകലെ നിന്ന് അവരോട് ഉച്ചത്തിൽ ഇസ്ലാം നൽകി. എല്ലാവരും സലാം മടക്കി. സലാം മടക്കിയ ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, അബ്ദിനുനാൻതും, നിങ്ങളൊക്കെ മുഅ്മിനുകളാണോ? അപ്പോ നമ്മളെന്നെ ചോദിച്ചാൽ നമ്മളെന്ന് അന്നം വിടുകയല്ല, ബുദ്ധി യോഗിയാണ്. നമ്മളൊരു സംഘത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ സലാം പറഞ്ഞിട്ട് നിങ്ങൾ മുഅ്മിനുകളാണോ എന്ന് ചോദിച്ചാൽ, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ അവരാകെ അമ്പരന്ന്, എന്തു പറ്റി, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഞങ്ങളുടെ നിഫാഖിനെ പറ്റി വല്ല ആയത്തുകൾ ഇറങ്ങിയോ, ഞങ്ങളിൽ വലിയ വല്ല അബദ്ധവും പറ്റിപ്പോയോ? എല്ലാവരും ഉണ്ടാകും, മറുപടിയില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളൊക്കെ മുഅ്മിനുകളാണ്. റസൂലിന്റെ അടുത്ത ചോദ്യം, അത് നിങ്ങളുടെ വാദമാണ്. ചിലപ്പോ ജനസംഖ്യാ ലിസ്റ്റിലൊക്കെ അങ്ങനെ വരും. വമാ അലാമാതു ഈമാനിക്കും, നിങ്ങൾ മുഅ്മിനുകളാണ് എന്നതിന്റെ തെളിവെന്താണ്, അതിനുള്ള അടയാളം എന്താണ്, എന്തു വെച്ചിട്ടാണ് നിങ്ങൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 അടയാളങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ആരാ? ജീവിതത്തിൽ ഉണ്ടാവുന്ന സൗകര്യങ്ങളിൽ, പടച്ചതമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ശാക്കിരീന ലില്ലാഹ്,
അള്ളാഹുവിന് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ രണ്ടാമത്തെ അടയാളം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. നമുക്കറിയാവുന്നതാണ്, പലതരം പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ക്ഷമാശീലരാണ്. സ്വാമിനിയില്ല, അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവരാണ്. സൗകര്യങ്ങളിൽ നന്ദിയുള്ളവർ, പ്രതിസന്ധികളിൽ ക്ഷമാശീലർ. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ മുഅ്മിനുകളാണ്. ഞങ്ങൾ മുഅ്മിനുകളാണ് എന്നതിന്റെ മൂന്നാമത്തെ അടയാളം, മൂന്നാമത്തെ തെളിവ്, ഞങ്ങൾ കഥ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ, ഞങ്ങളുടെ പദ്ധതികൾ, ഞങ്ങളുടെ ആസൂത്രണങ്ങൾ, ഞങ്ങളുടെ പരിപാടികൾ, അതിനെയൊക്കെ കടത്തി വെട്ടി പടച്ചതമ്പുരാന്റെ കഥ ഒന്ന് സംഭവിക്കുമ്പോ, എന്താ പടച്ചോനെ ഞങ്ങളോട് ഇങ്ങനെ, എന്നോട് ഇങ്ങനെ, നീ എന്തിനു റബ്ബേ ചെയ്തു എന്ന് ഞങ്ങൾ പരാതിപ്പെടുക. അള്ളാഹുവിനെ പറ്റി തൃപ്തിപ്പെടുക എന്നതിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ കഥയെപ്പറ്റി തൃപ്തിപ്പെടുക. അതിൽ ആപരാതിയും വേവരാതിയും ഇല്ലാതിരിക്കുക ഈമാനിന്റെ അടയാളമാണ്. ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ. ഈമാനിന്റെ ടേസ്റ്റ് എന്നുള്ള വാദമൊക്കെ നമുക്കുണ്ടാകും, പക്ഷെ അതിനൊരു രുചിയുണ്ട്. പല രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഈമാനിന്റെ ടേസ്റ്റ്, മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ പറ്റി റബ്ബായിട്ട് തൃപ്തിപ്പെടുക, തൃപ്തിപ്പെട്ട വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ട അംഗീകരിക്കുക. ബലാത്കാരമല്ല, ഇസ്ലാമിക നിയമങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി ആസ്വദിച്ചു ചെയ്യുക. അല്ലാഹുവിന്റെ കൽപ്പനകൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി ആസ്വദിച്ചു ചെയ്യുക. എങ്കിൽ മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ റസൂലായി തൃപ്തിപ്പെട്ട രീതി, ഇതൊരു ദിക്റായിട്ട് ചെല്ലേണ്ടതാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ. ഞാൻ അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ട അംഗീകരിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബിയെ അല്ലാഹുവിന്റെ ദൂതനായിട്ട് ഞാൻ മനസ്സറിഞ്ഞ് അംഗീകരിച്ചിരിക്കുന്നു. കേവല വാക്കുകളിലല്ല, ജീവിതത്തിൽ ഞാൻ അതിന് റെഡിയാണ് എന്ന മനസ്സിന്റെ തീരുമാനത്തെ ചുണ്ടുകളിലൂടെ പുറത്തു വരുന്നതാണ് ദിക്ർ. അങ്ങനെ ചൊല്ലണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിൽക്കട്ടെ, ഞാൻ വർത്തമാനകാലത്ത് പ്രിയമുള്ളവരെ, വ്യക്തി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മൾ എത്രയെത്ര ശുക്ർ ചെയ്യണം. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ പാട്, എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത്? ഞങ്ങള് NRCCA നടപ്പിലാക്കും.
പൊതുവിലെല്ലാവരും പ്രതീക്ഷിച്ചതും കണക്ക് കൂട്ടിയതും ഒരു പ്രാവശ്യം കൂടി അതിശക്തമായിട്ട് അവർ വരും. ഞങ്ങൾ ഏകസിവിൽ കോഡ് നടപ്പിലാക്കും. ബാബരി മസ്ജിദ് തകർത്തേടത്ത് അമ്പലം പണിത് തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചവരാണ്. നമ്മുടെ കഴിവല്ല, അല്ലാഹുവിന്റെ ഇടപെടൽ. പാഠമാകത്തക്ക വിധം അതിന്റെ ശില്പികൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച്, എവിടെയൊക്കെ ഇതിന്റെ ഹെഡ് തലപ്പത്തുള്ള നടന്ന് അതിതീവ്രമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചോ അവിടെയൊക്കെ രാജ്യപ്പെടുത്തി. അവൻ നസ്റുല്ലാഹിൻ ഇൻദില്ലാഹിൻ അസീസ്, അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എങ്ങനെ നാം ശുക്ർ ചെയ്യണം? എന്താണ് ശുക്ർ? ഇവിടെ പടച്ചതമ്പുരാന്റെ നിയമത്തിൽ ഇത്തവണ 400-ലധികം അങ്ങനെയാണല്ലോ പ്രവചനങ്ങളൊക്കെ വന്നത്. ഭരണഘടന വരെ ഇനി നിലനിൽക്കുമോ എന്ന ആശങ്ക പടച്ചതമ്പുരാനാണ് അന്തിമമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു നിശ്ചയിച്ച അജണ്ട അവർ നടപ്പിലാക്കും. പക്ഷെ നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തരും. വ്യക്തി, കുടുംബം, സമൂഹം എന്ന നിലയിൽ ഞാൻ തരക്കെട്ടുകൾ മാത്രമേ പറയൂ. നമ്മൾ നന്ദി കാണിക്കേണ്ടത് 4 തരക്കെട്ടുകളിൽ. ഒന്നാമത്തെ തരക്കെട്ട് നാം സജ്ജരാവുക, അല്ലാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ്. അതിന് വലിയ വലിയ ഇന്ത്യയിലെ എല്ലാവരും ചെയ്തെങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നില്ല. അങ്ങനെ നിങ്ങൾ കരുതരുത്. ഇന്ന് ഗസയിൽ, ഫലസ്തീനിൽ സംഭവിച്ചത് എല്ലാവരും ചെയ്തിട്ടല്ല. എത്ര ചെറിയ ന്യൂനപക്ഷം, ആർക്കെങ്കിലും കണക്ക് കൂട്ടാൻ പറ്റും? മാസങ്ങളിൽ പിന്നിട്ട് ഇപ്പൊ യഹിയാ സിൻവാറിന്, മുഹമ്മദ് സൈഫിന്, ഇവരൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു തന്നാൽ ഞങ്ങൾ ബോംബിടൽ നിർത്താന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. ജനം പറയുന്നത് അവര് കണക്ക് കൂട്ടിയത് അവിടെ അടക്കി അവർ കൊന്നൊടുക്കിയാൽ ജനങ്ങൾ ഇവർക്കെതിരിൽ തിരിയുമെന്നാണ്. പക്ഷെ ഇസ്രായേലിൽ തിരിഞ്ഞു, ഫലസ്തീനിൽ തിരിഞ്ഞില്ല. ജനം അവരോടൊപ്പം തന്നെ നിന്നു. ഒരാളും എതിർത്ത് പറഞ്ഞില്ല. എല്ലാവരും അവരോടൊപ്പം. ഞങ്ങൾ മരിക്കടങ്ങി എന്തിനെയൊക്കെ സ്വാധീനിച്ചു? ലോകത്തെ വലിയ സാമ്രാജ്യത്വ ശക്തികളുടെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായ സ്വാധീനം ഫ്രാൻസിലുണ്ടായി, ബ്രിട്ടനിലുണ്ടായി, അമേരിക്കയിലും അതിന്റെ സ്വാധീനമുണ്ട്. ഇലക്ഷൻ റിസൾട്ടുകളെ അവലോകനം ചെയ്തുകൊണ്ട് ഫ്രാൻസിന്റെ തെരഞ്ഞെടുപ്പും ബ്രിട്ടന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും അവര് നടത്തിയ അവലോകനം തന്നെ പലസ്തീൻ ഇഷ്യൂവാണ് ഈ ഭരണമാറ്റങ്ങൾ, തട്ടിമറികൾക്ക് കാരണം. ലോകത്തെ ശരിക്കും വലിയ വലിയ സംഘങ്ങൾ ഉണ്ടായിട്ടല്ല, ഇനിയും അത്ഭുതങ്ങൾ അവിടെ നടക്കണം. ഇത് വേണം. നമ്മുടെ ടീം എത്ര ചെറുതാകട്ടെ സജ്ജരായിരിക്കണം, ഈമാനിൽ കെട്ടിപ്പടുക്കപ്പെട്ടവരായിരിക്കണം, അല്ലാഹ് എന്ന വികാരത്താൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. എല്ലാറ്റിനും അപ്പുറത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ പാതയിൽ ഇഖ്ലാസോടുകൂടി നിലകൊള്ളുന്നവരായി, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കണം. പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ ക്ഷമാശീലരായിരിക്കണം.
നമ്മളാവുക നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ സാധ്യമാവുന്നത്രയും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഫാസിസത്തിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ട്. ആകെ ജനമനസ്സുകളൊക്കെയും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ അസാധ്യമാണ്. ധാരാളം പഠനങ്ങൾ കൊണ്ടിരിക്കും. അതൊന്നും ശരിയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ഉപ്പിയിൽ തന്നെ, അയോധ്യയിൽ തന്നെ, ഫൈസാബാദിൽ തന്നെ ഞങ്ങളിങ്ങനെ അനുകൂലം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഹളങ്ങളും അതിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിനർത്ഥം ഈ രാജ്യനിവാസികളെ വിശ്വാസത്തിലെടുക്കുക, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോടുള്ള ധർമ്മം നിർവഹിക്കാൻ മുന്നോട്ട് വരിക എന്നതാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം. അവരോടുള്ള ധർമ്മം എന്താണ്? ഈ രാജ്യത്തിനും രാജ്യനിവാസികൾക്കും മനുഷ്യർക്കൊക്കെയും അവകാശപ്പെട്ട പടച്ചതമ്പുരാന്റെ തീ അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാകാൻ നമുക്ക് അവസരങ്ങൾ സൃഷ്ടിക്കണം. അതിന് ജീവിതം സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ വേണം. ജീവിതം സമർപ്പിക്കാൻ തയ്യാറായാൽ മാത്രം പോരാ, അതിനാവശ്യമായിട്ടുള്ള കഴിവും യോഗ്യതയും നേടണം. അറിവിന്റെ പിന്തുണത്തോടുകൂടി നിർവഹിക്കണം. ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇസ്ലാമിനെ കത്തിരിക്കുകയാണ്. സയ്യിദ് സലാദത്തുല്ലാ ഹുസൈനി സാഹിബ് അദ്ദേഹം എഴുതി, ഫാസിസം അതൊരു കൊടുങ്കാറ്റ്, അത് വലിയ മരങ്ങളെ ചിലപ്പോൾ തള്ളിയിട്ടെന്ന് വരാം, വലിയ ദുരന്തങ്ങൾ ലോകത്തുണ്ടാക്കിയെന്ന് വരാം, വലിയ പ്രളയങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചു എന്ന് വരാം. പക്ഷെ ഒരു നന്മയും അത് ചെയ്യില്ല, ഒരു നന്മയും അതുണ്ടാക്കുകയില്ല. എന്ന് മാത്രമല്ല, ആ കൊടുങ്കാറ്റ് നിൽക്കും, ആ പ്രളയം അവസാനിക്കും, ആ ശൂന്യതയിൽ ജനം ചോദിക്കും, ജനങ്ങൾ വീണ്ടും വിചാരത്തിന് തയ്യാറാകും. പ്രിയമുള്ളവരെ, കാലം അങ്ങോട്ടെടുക്കുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാണോ എന്നതാണ് മർമ്മപ്രധാനമായ. യോഗ്യരായുണ്ടോ? ഖുർആനിന്റെ പ്രബോധകർ, അതിന്റെ വാഹകർ, അതിന്റെ സന്ദേശവാഹകർ നമുക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള കർമ്മമണ്ഡലമാണ്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് ദൗർബല്യങ്ങൾ പല കാരണങ്ങളാൽ രണ്ടു വാക്കുകളിൽ ഒതുങ്ങുന്നത് അതിന്റെ സംസ്കരണം, അതിനെ യഥാർത്ഥ ഇസ്ലാമിന്റെ സാക്ഷികളാക്കി മാറ്റിയെടുക്കാനുള്ള പണി വീടുകളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, മഹല്ലുകളിൽ നിന്നും, പ്രദേശങ്ങളിൽ നിന്നും രാജ്യത്തിലേക്ക് വ്യാപിച്ചു വരണം. തീർച്ചയായും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? പക്ഷെ മതിയാവുന്നത് ഇസ്ലാമിക സമൂഹത്തെ മാതൃകായോഗ്യമായിട്ടുള്ള ഉമ്മത്തായിട്ടുള്ള. നാലാമത്തെ സുപ്രധാനമായ കാര്യം, ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വേദനകളെ അകറ്റാനുള്ളതാണ്. മനുഷ്യ സ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടണം. ജനസേവന പ്രവർത്തനങ്ങളിലൂടെ ജാതിമത ഭേദമന്യേ കഷ്ടപ്പെടുന്നവരോടൊപ്പം ചേർന്നു നിൽക്കുക. ഖുർആൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴൊക്കെയും ജാതിയും മതവും നോക്കിയിട്ടില്ല. മക്കാ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലും നിങ്ങൾ സേവകരാവുക. എന്ന് ഖുർആൻ പറയുന്നത് മദീനയിൽ അധികാരം കിട്ടിയിട്ടല്ല,
മക്കയുടെ കഷ്ടപ്പെടുന്ന നാളുകളിലാണ് മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് സഹകരിച്ചു. ഞാൻ പറയുന്നത് ഇത് 4 തരക്കെട്ടുകളാണ്. ഈ തരക്കെട്ടുകളാണ് അല്ലാഹു ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകാശനം എന്ന് നമ്മൾ മനസ്സിലാക്കി. നന്ദി കാണിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ തരും. നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ പോയതൊക്കെ തിരിച്ചു വരും. നിങ്ങൾ നിലനിൽക്കാൻ അർഹതയില്ലാത്തവരായിട്ട് മാറും. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തേ പറ്റും. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഉമ്മത്തെന്ന നിലയിൽ ആ നിരക്കുള്ള അധ്വാന പരിശ്രമങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. അതിന് ചുക്കാൻ പിടിക്കേണ്ടത് വരും. അതിനുവേണ്ടി വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ധാരാളമായി നടത്തേണ്ടി വരുമാണ്. വിദ്യാർത്ഥികളും യുവാക്കളുമായിട്ടുള്ള എന്റെ മുന്നിലിരിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ജീവിതത്തെ ആ ഒരു ഘടനയിൽ കെട്ടിപ്പടുക്കാൻ നമ്മൾ മുന്നോട്ട് വരിക. റബ്ബ് അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഡോക്ടർ അബ്ദുസ്സലാം സാഹിബിന്റെ, അതുപോലെ ഹമീദ് വാണിയമ്പലത്തിന്റെ, അബ്ദുസ്സമദ് വാണിയമ്പലത്തിന്റെ ഒക്കെ ഉമ്മ ഇന്നലെ അള്ളാഹുവിലേക്ക് യാത്രയാണ്. കാരുണ്യക്കടലായ തമ്പുരാൻ അവർക്ക് മഅ്ഫിറത്തും റഹ്മത്തും നൽകി, അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ വലിയ ഒരു ടീമിനെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രവർത്തകരും പ്രബോധകരുമായ ഒരു ടീമിനെ മക്കളായി നമുക്ക് നൽകിയ ഒരു ഉമ്മയാണ് അവർ. അവരുടെ ഉപ്പ കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. തന്റെ മക്കളെ അവർക്ക് നൽകാവുന്ന പ്രോത്സാഹനവും പ്രചോദനവും പിന്തുണയും ഒക്കെ നൽകി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നല്ല ഒരു ടീമിനെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നവർ, ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ സംസ്ഥാന തലത്തും അഖിലേന്ത്യാ തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന മക്കളുടെ ഒരു ടീമിനെ അവരുടെ കഠിനാധ്വാനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, ഉമ്മത്തിന് ലഭ്യമാക്കിയ ഒരു ഉമ്മയാണ്. അള്ളാഹു അവരുടെ സുഹൃതങ്ങൾ ഇഖ്ലാസ് നിറഞ്ഞ കർമ്മങ്ങളായി സ്വീകരിക്കുകയും അവയൊക്കെ പരലോകത്തേക്കുള്ള പാതേയമായി, യാത്രാവിഭവമായി റബ്ബ് സ്വീകരിക്കുമാറാണ്. അവരുടെ വിയോഗത്തിലേറെ പ്രയാസപ്പെടുന്ന അവരുടെ പ്രിയപ്പെട്ട മക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പ്രചോദനം വലിയ സുബറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരും അവർക്കൊക്കെ റബ്ബ് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ സമർപ്പിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് റബ്ബേ നീ തൗഫീഖ് തമ്പുരാൻ. എന്തെല്ലാം മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ വലിയ സേവകരായി തീരാൻ, പ്രബോധകരായി തീരാൻ, പ്രവർത്തകരായി തീരാൻ അല്ലാഹുവേ
അവരെ നീ അനുഗ്രഹിക്കണേ. പടച്ചവനെ നാളെ പരലോകത്ത് ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ എന്ന് പറയപ്പെടുന്നു. നിന്റെ അമ്പിയാക്കളാൽ സുഹദാക്കളാൽ നയിക്കപ്പെടുന്ന സലഫും സാലിഹുകളാൽ ആ സ്വർഗ്ഗത്തിലേക്ക് അണിയിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തലേ. ഇബ്ലീസിന്റെ സൈന്യവും നയിക്കുന്ന നരകത്തിലേക്കുള്ള അണിയിൽ അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തരുത്. റബ്ബേ, ഫലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു അതിസാഹസികമായ ഐതിഹാസികമായ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന സഹാബ തലമുറയുടെ ചരിത്രത്തെ അനുസ്മരിക്കുന്ന കർമ്മങ്ങൾ, അതിനാൽ അതുകൊണ്ട് ചരിത്രം രചിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ റബ്ബേ സഹായിക്കണേ. ബൈത്തുൽ മഖ്ദിസിന്റെ മസ്ജിദുൽ അഖ്സയുടെ ഒക്കെ വിമോചനം അല്ലാഹുവേ അവരുടെ കർമ്മങ്ങളാൽ നീ സാധിച്ചു തരണേ. ലോകത്തെമ്പാടും നിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ നീ സഹായിക്കണേ. ഇസ്ലാമിനെ നീ അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദുനിയാവിൽ നല്ല പ്രതികരണങ്ങൾ പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകി. ഈ രാജ്യത്തിന്റെ മനസ്സിനെ നീ ഇസ്ലാമിന് അനുകൂലമാക്കി വെക്കണേ. രാജ്യനിവാസികൾക്ക് ഹിദായത്ത് നൽകണേ. അല്ലാഹുവേ ഉമ്മത്ത് മുസ്ലിമേ സത്യത്തിന്റെ പാതയിൽ ഏകീകരിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا أجرنا من النار. اللهم اجمعنا في جناتك النعيم. اللهم اجمعنا في جنات الفردوس. اللهم أيد أيدينا في حفظ الدين. اللهم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. آمين 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 برحمتك يا أرحم الراحمين.